ഹലോ, ചിഞ്ചസ് എഫ് എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വിക്രം തൻ്റെ ഫോണ് മേശേൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നതാണല്ലോ. തുടർന്ന് ഫോൺ കണ്ടതും വിക്രം അന്ന് രാധ പറഞ്ഞ കള്ളങ്ങൾ ഓർക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് വേദയും അച്ഛമ്മയും വരുന്നത്. ഡിസ്ചാർജ് ആയി എന്നും ഇനി വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാമെന്നും പറയാണ്. പിന്നീട് പറയുന്നുണ്ട്, ഇത് മുടക്കാൻ ശ്രമിച്ച ഇവളുടെ മുഖത്ത് ഒന്ന് കൊടുത്തിട്ട് വന്നാൽ മതിയെന്നും. എന്നിട്ട് അവിടെ നിന്നും പോവാണ്. പിന്നീട് കാണിക്കുന്നത് വേവലാതിയിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന കമലയെയാണ്. അത് കണ്ടതും ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്, ആരെ കാത്തു നിൽക്കാണ് എന്ന്. ഇത് കേട്ട കമല വിക്രമിനെ കാണാനില്ല എന്നും വേദയും അമ്മയും കൂടെ അവനെ അന്വേഷിച്ചു പോയതാണെന്നും പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് കാറിൽ അവർ വന്നിറങ്ങുന്നത്. കാറിൽ നിന്നും ഇറങ്ങിയതും വിക്രം വീഴാൻ പോയി. അത് കണ്ട് പിടിക്കാൻ ശ്രമിച്ച വേദയുടെ കൈ വിക്രം തട്ടി മാറ്റാണ്. അത് കണ്ട അച്ചമ്മ വിക്രമിനോട് പറയുന്നുണ്ട്, തട്ടി മാറ്റാനുള്ളതല്ല, ഇനി അങ്ങോട്ട് ഒരുമിച്ച് ജീവിക്കാനുള്ളതാണെന്നും. അച്ചമ്മയെ പേടിച്ച് വിക്രം വേദയുടെ കൈ പിടിച്ച് വീട്ടിലേക്ക് കയറുകയാണ്. അത് കണ്ടതും കമല ഓടിച്ചെന്ന് എന്താ കാര്യമെന്ന് വേവലാതിയിൽ ചോദിക്കുന്നുണ്ട്. നടക്കുന്ന കാര്യങ്ങളെല്ലാം വേദ കമലയോട് പറയുന്നുണ്ട്. അങ്ങനെ വിക്രമിനെയും കൂട്ടി വേദ റൂമിലേക്ക് പോവാണ്. വിക്രമിനെ വേദ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിക്രം വന്നതിൻ്റെ ദേഷ്യത്തിൽ വിനായകൻ്റെ അടുത്തേക്ക് എത്തിയ നന്ദിനിയാണ്. നന്ദിനി പറഞ്ഞതെല്ലാം നടന്നില്ല എന്ന് പറഞ്ഞ് വിനായകൻ നന്ദിനി ഒരുപാട് കളിയാക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് അച്ചമ്മ വരുന്നത്. എന്നിട്ട് അച്ചമ്മ പറയുന്നുണ്ട്, നാളത്തെ പരിപാടി താൻ അടിപൊളിയാക്കുമെന്നും തൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടണമെന്നും. പിന്നീട് കാണിക്കുന്നത് വിക്രമിനെ കാണാൻ വന്ന കൂട്ടുകാരെയാണ്. അവർ ഉറങ്ങിക്കിടന്ന വിക്രമിനെ എഴുന്നേൽപ്പിക്കുകയും ആരാണ് ഇത് ചെയ്തതെന്നും ചോദിക്കുന്നുണ്ട്. വിക്രം അത് തനിക്ക് ആരെന്ന് അറിയില്ലെന്നും പറയാണ്. ശ്രീനിവാസൻ നിന്നോട് അവിടേക്ക് ചെല്ലണമെന്നും തങ്ങളെ പറഞ്ഞു വിട്ടത് നിന്നെ കൈയോടെ കൂട്ടിക്കൊണ്ടു പോകാനാണെന്നും പറയുന്നുണ്ട്. അത് കേട്ട വിക്രം പറയാണ്, താൻ അവിടേക്ക് എത്തിക്കോളാമെന്ന്. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങിയ വിക്രമിൻ്റെ കൂട്ടുകാരെ കണ്ടതും വേദ ചോദിക്കുന്നുണ്ട്, വിക്രം എന്താണ് പറഞ്ഞത് ഈ അപകടത്തെപ്പറ്റി? ഇത് ആരെങ്കിലും ചെയ്തതാണോ അല്ലെങ്കിൽ ഒരപകടമാണോ എന്ന്. ഇത് കേട്ട വിക്രമിൻ്റെ കൂട്ടുകാർ പറയുന്നുണ്ട്, അവൻ പറഞ്ഞത് ഇതൊരു അപകടമാണെന്നാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും പോവാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.